ശ്രീ ഹാഷ്മി, അങ്ങയുടെ ചോദ്യത്തിന് മുമ്പ് അതിപ്പോൾ നിയമസഭയായാലും ചാനൽ ചർച്ചയായാലും ചായക്കടയിലെ ചർച്ചയായാലും ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുക എന്നതിനപ്പുറം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ബബ്ബ അടിച്ചുകൊണ്ടിരുന്നിട്ട് ഇത് നിയമസഭയല്ല, ചാനൽ ചർച്ചയല്ല, ചായക്കടയല്ല എന്നൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ഇനി അങ്ങയുടെ ഞാൻ വരാം. എന്റെ ചോദ്യം ഒന്ന്, ഇവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ SUCയുടെ നാവാണോ രാഹുൽ? അല്ല, അത് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നെ പറ്റി പറഞ്ഞത് SUCയുടെ നാവാണെന്നാണ്. അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം. സ്വാഭാവികമായി അതിന് തൊട്ടു മുമ്പ് സുദീർഘമായ സമയത്ത്, അതായത് ചർച്ചയ്ക്ക് എന്റെ അവസരത്തിന് ശേഷം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ, കോൺഗ്രസിന്റെ ബഹുമാനീയനായ പ്രതിനിധി ആദരണീയനായ പാലക്കാട് നിയമസഭാംഗം, BJPയുടെ ബഹുമാനീയനായ പ്രതിനിധി, ആദരണീയനായ സമരസമിതിയുടെ നേതാവ്, ഇവരൊക്കെയും സംസാരിച്ചു. അപ്പം എല്ലാ കാര്യങ്ങളോടും സ്വാഭാവികമായി പ്രതികരിക്കാനുള്ള സമയം ഈ ചർച്ചയുടെ ഭാഗമായി എങ്ങനെ അനുവദിച്ച് തരില്ല. പക്ഷേ വളരെ പ്രസക്തമായ ചില നുണകളോടെങ്കിലും അതിനെ തുറന്നു കാട്ടാൻ, അല്ലെങ്കിൽ അതിനോടുള്ള എന്റെ പ്രതികരണം രേഖപ്പെടുത്താനുള്ള അവസരമെങ്കിലും എനിക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ആദരണീയനായ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം സംസാരിച്ച് ആരംഭിക്കവെ സൂചിപ്പിച്ച പ്രസക്തമായ 2-3 കാര്യങ്ങൾ സമരത്തോടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രതികരണത്തെ സംബന്ധിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹം സ്വയം ചാനൽ ചർച്ചയല്ല നിയമസഭയാണ് എന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങളും അതിന് നേർക്കുള്ള മറുപടികളും അതിനെ തുടർന്നുള്ള ചർച്ചകളും ഒക്കെ നമ്മുടെ പൊതുസംവാദ സ്ഥലിക്ക് മുമ്പിലുണ്ട്. അപ്പൊ അതേ ചോദ്യം അങ്ങ് ആങ്കർ എന്ന നിലയിൽ ആവർത്തിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഏത് സമരത്തിന്റെയും മുമ്പിൽ ഞങ്ങൾ ഉണ്ടാകും. ഞാനിപ്പോ സമയമെടുത്ത് അതിന് മറുപടി പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, അദ്ദേഹം അടങ്ങുന്ന UDF കേരളത്തിലാകെ കൊണ്ടു നടന്ന് വിജയിപ്പിക്കാൻ ശ്രമിച്ച ഒരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തോട് ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പക്ഷപാതിത്വപൂർണമായ സമീപനമുണ്ട്. ആരായിരുന്നു ആ സമരത്തിലെ നായിക? സ്വന്തം കുഞ്ഞിനെ ജീവിത പങ്കാളിയല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ ഒരു അമ്മയെ കേരളത്തിൽ എമ്പാടം കൊണ്ടു നടക്കുകയും അത് അവരുടെ മുമ്പിൽ തൊഴുകൈകളോടുകൂടെ നിൽക്കുകയും രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം, ഏതു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി, രാഷ്ട്ര സംബന്ധമായ കാര്യമെന്ന നിലയിൽ വിശാലവും മികവുറ്റതുമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഏത് അധമനെയും കൂട്ടുപിടിച്ച് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമോ, അങ്ങനെയെങ്കിൽ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് ഞങ്ങൾ പരവതാനി വിരിക്കും, അവരെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ച് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കും എന്ന് പ്രഖ്യാപിച്ച സമരരൂപത്തിന്റെ നായകരായിരുന്നു ഇവിടെ ഈ പറഞ്ഞ ആളുകളൊക്കെ. എവിടെ പോയി ആ സമരം ചെയ്തവർ? ഇന്നൊരല്പം മനസ്താപം തോന്നണ്ടേ? കേരള പോലീസും CBIയും ചേർന്ന് കണ്ടെത്തിയിരിക്കുന്നു, ആ പെൺകുട്ടിയുടെ മരണപ്പെട്ടു പോയ കുഞ്ഞിന്റെ പിതൃ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞിന്റെ മൊഴി രേഖപ്പെടുത്താൻ ഈ സംഘം അനുവദിച്ചിട്ടില്ല. മനസാക്ഷിയുടെ മുമ്പിൽ നെഞ്ചത്ത് കൈവച്ച് മാപ്പ് ചോദിക്കണ്ടേ? സ്വന്തം കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് വേണ്ടി പരവതാനി വിരിച്ച് വാളയാറമ്മ സമരം നടത്തിയവർക്ക്. അതുകൊണ്ട് ആ ഏതു സമരത്തിന്റെ മുമ്പിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ സമരത്തിന്റെ ഭൂതകാലത്തെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കണ്ട, ഇരിക്കട്ടെ. ബാക്കി കാര്യം, സമരത്തെ സംബന്ധിച്ചുള്ള പ്രതികരണം നല്ല കാര്യമാണ്, അങ്ങ് ഓർമ്മിപ്പിച്ചു. ബഹുമാനീയായ SUCI അല്ലെങ്കിൽ സമരസമിതിയുടെ നേതാവെ, എല്ലാ ആദരവോടും വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ടും ഞാൻ അങ്ങയോട് പറയുന്നു, കേരളത്തിൽ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ 11 വയസ്സുള്ള ആദിവാസി ബാലനെ വെടിവെച്ച് കൊന്നുകളഞ്ഞ കോൺഗ്രസിന്റെ അനുഭവം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെയിൽ കൊണ്ടുവന്ന് വന്നാലും അങ്ങേക്കും അങ്ങയുടെ സഹപ്രവർത്തകരായ സമര പോരാളികൾക്ക് ഉണ്ടാകില്ല. അങ്ങയുടെ നേർക്ക് കേരളത്തിലെ പോലീസ് ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ വെടിവെച്ച് കൊന്നുകളയില്ല. അങ്ങയുടെ നേർക്ക് ഇലക്ട്രിക് ലാത്തി പ്രയോഗിക്കില്ല. നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്ന് തൊട്ടു മുമ്പ് സംസാരിച്ച പ്രഭാഷണം നടത്തിയ കോൺഗ്രസ് നേതാവിന്റെ ഗവൺമെന്റിന്റെ കാലയളവിൽ ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത പെൺകുട്ടി രജനി S. ആനന്ദ്, ആ പെൺകുട്ടി ധരിച്ച ചുരിദാറിന്റെയും ചെരുപ്പിന്റെയും വില നോക്കി ആ പെൺകുട്ടിയെ അപഹസിച്ച അപഹാസം നിങ്ങൾക്ക് നേരിടേണ്ട വരില്ല. അദ്ദേഹം കോൺഗ്രസ് പ്രതിനിധി എന്നോട് ചോദിച്ചു, അപലപിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ ആവർത്തിച്ച് പറയുന്നു, സമരത്തെ മോശമാക്കുന്ന, സമരത്തെ തള്ളിക്കളയുന്ന ഏതു പ്രസ്താവനയും ഞാൻ തള്ളിക്കളയും, ഏത് പ്രസ്താവനയും ഞങ്ങൾ അപലപിക്കും. CPIന്റെ സംസ്ഥാന സെക്രട്ടറി അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സമരത്തിന് തെറ്റായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായാൽ കേരളത്തിനും നമ്മുടെ മലയാളികൾക്കും കിട്ടേണ്ട 636.88 കോടി രൂപ തരാതെ കേരളത്തിലെ ആശാപ്രവർത്തകരാണെങ്കിൽ, അത് SUCയോ CITയോ INTUSയോ ആരുമാവട്ടെ, നമ്മുടെ കേരളത്തിലെ ജനങ്ങളാണെങ്കിൽ ആ പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള തുക പിടിച്ചു വെക്കുന്ന BJP നേതാവ് സമരപ്പന്തൽ വരുമ്പോ താൻ എന്താണോ ഞങ്ങളുടെ വിയർപ്പിന്റെ അവകാശം പിടിച്ചു വെക്കാൻ തനിക്ക് ആരുടെ അവകാശം തരാത്തത് എന്ന ചോദ്യം ഉയർന്നില്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. അത് ഇടുങ്ങിയ രാഷ്ട്രീയ ലക്ഷ്യമല്ല. അങ്ങ് രാഷ്ട്രീയത്തെ, ബഹുമാനിയായ സമരസമിതി നേതാവ് രാഷ്ട്രീയത്തെ വില കുറച്ച് കാണല്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ കാര്യമാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാലും ഇല്ലെങ്കിലും രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും.
നഷ്ടപ്പെടുമെന്ന് നമ്മൾ എത്രയോ തവണ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയം പറയണം. കേരളത്തിലെ സർക്കാർ വർദ്ധിപ്പിച്ച് നൽകണമെന്ന് നിങ്ങളുടെ ആവശ്യം, നമുക്ക് വർദ്ധിപ്പിച്ച് നൽകണമെന്ന് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ആഗ്രഹം. പക്ഷെ പ്രത്യേകത എന്താണ്? ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് കേരളത്തിന് നേർക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ നൽകാനുള്ള കേരളത്തിന്റെ നേർക്ക് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഗുജറാത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ കൊടുക്കുന്ന 1000 രൂപ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് കിട്ടിയാൽ പോരാ. BJP പതിറ്റാണ്ടോളം ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ കൊടുക്കുന്ന 3500 രൂപ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് കിട്ടിയാൽ പോരാ. 3 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകി സഹായിച്ച ആന്ധ്രാപ്രദേശിലും ബീഹാറിലും കൊടുക്കുന്ന 1000 രൂപ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് കൊടുത്താൽ പോരാ. മധ്യപ്രദേശിലും മണിപ്പൂരിലും കൊടുക്കുന്ന 1000 രൂപ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് കൊടുത്താൽ പോരാ. 2016 അധികാരത്തിൽ വന്ന കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് 1000 ഓണറേറിയം 7000 വർദ്ധിപ്പിച്ചത് ഗുജറാത്തും മണിപ്പൂരും മധ്യപ്രദേശും ബീഹാറും ആന്ധ്രാപ്രദേശും ആശാ വർക്കർമാരെ കാണുന്നത് പോലെ നിങ്ങളെ കാണാൻ പാടില്ല എന്ന ഉറച്ച തൊഴിലാളി വർഗ ബോധ്യം കേരളത്തിലെ ഇടതുള്ളത് കൊണ്ടാണ് 1000 രൂപ എന്നുള്ളത് 7000 വർദ്ധിപ്പിച്ച കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓണറേറിയം നൽകുന്ന അനുഭവത്തിലേക്ക് നടന്നു നീങ്ങിയത്. ഇനിയും അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഞാൻ സമരസമിതിയുടെ പ്രവർത്തകരോട് പറയും, നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നമുക്ക് അവകാശമായിട്ടുള്ള 636.88 കോടി രൂപ തരാത്ത സംഘത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് സമരം ചെയ്ത് തുക വർദ്ധിപ്പിച്ച് വാങ്ങാം. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. തോമസ്, ഇവിടെ സംസ്ഥാനം പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. കേന്ദ്രം നമുക്ക് ഫണ്ട് തരുന്നില്ല എന്ന് പറയുന്ന കാര്യം ശരിയാണ്. ഏതെങ്കിലും തരത്തിൽ കേന്ദ്രം ഈ പറഞ്ഞ മഹാരാഷ്ട്രയിൽ, ഈ പറഞ്ഞ ഹരിയാനയിൽ, ഒഡീഷയിൽ, ഗുജറാത്തിൽ നടക്കുന്ന സമരങ്ങളോട് ഇതേ ആവശ്യപ്പെടുന്ന സമരങ്ങൾ അത് CIT ഉണ്ട് കേട്ടോ. സമരങ്ങളോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഒരു കേന്ദ്രമന്ത്രിയും അങ്ങോട്ടേക്ക് പോയി നോക്കിയിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് അവരൊക്കെ വരുന്നത്. ഇതൊക്കെ 100% ശരിയാണ്. ജേക്സി തോമസ്, സമരം 32 ദിവസമാകുന്നു. 232 രൂപ വാങ്ങുന്നവരാണ്, അടിസ്ഥാനവർഗ തൊഴിലാളികളാണ്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും അവരെ ഒന്ന് വിളിച്ചു വരുത്തുക. നിങ്ങൾക്ക് 2000 രൂപ തൽക്കാലം കൂട്ടിത്തരാം, ഒന്ന് ക്ഷമിക്കും, നമുക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, നിങ്ങളൊന്ന് ക്ഷമിക്കണം, ബാക്കി നമുക്ക് വഴി ആലോചിക്കാം എന്നൊരു നല്ല വാക്ക് പറയാൻ പ്രശ്നം എന്താണ് ജേക്സി തോമസ് ഒരു ഇടതുപക്ഷ സർക്കാരിന്? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. മറുപടി അർഹിക്കാവുന്ന വിധം ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. ഞാൻ ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷെ അതിന് തൊട്ടു മുമ്പായി ബഹുമാന്യയായ സമരസമിതിയുടെ നേതാവ്, നമ്മുടെ ചർച്ചയുടെ പ്രതിനിധി ഇവിടെ അവരുടെ അവസരത്തിൽ അല്പം ദീർഘമായി തന്നെ സമഗ്രമായി തന്നെ അവർ അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം അങ്ങയുടെ ആമുഖമായ അവസരം ഉപയോഗിച്ച് സ്ഥിരം അങ്ങയുടെ ഒരു മാധ്യമ പ്രവർത്തന ശൈലിയുടെ ഭാഗമായി നടത്താറുള്ള അങ്ങയുടെ ഒരു പ്രതികരണം അങ്ങ് നടത്തുകയും ചെയ്തു. ഞാൻ ആ കാര്യത്തിലെ എല്ലാ കാര്യങ്ങളോടും ഒന്നും പ്രതികരിക്കുന്നില്ല. പക്ഷേ നമ്മൾ മാധ്യമ പ്രവർത്തകരായാലും സമരസമിതിയുടെ നേതൃത്വമായാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിവിധ ധാരകളിൽ പ്രവർത്തിക്കുന്ന പ്രതിനിധികളായാലും നമ്മൾ ഇത്തരത്തിലൊരു സംവാദത്തിൽ വരുമ്പോൾ ബുദ്ധിയും ഓർമ്മയും വീട്ടിൽ ഫ്രീസറിൽ വെച്ചിട്ട് ചർച്ചയ്ക്കും സംവാദത്തിനും പ്രവർത്തനത്തിനും പോവാൻ പാടില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അങ്ങ് പറഞ്ഞു ഏതോ മുതലാളിയുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങിയ ഒരു അനുഭവം പറഞ്ഞു. ഇരിക്കട്ടെ, നല്ല കാര്യമാണ്. അങ്ങയുടെ അഭിപ്രായം എന്ന നിലയിൽ അങ്ങേക്ക് അത് പറയാനുള്ള എല്ലാവിധ അവകാശവുമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഓർമ്മകൾക്ക് മരവിപ്പ് സംഭവിച്ചിട്ടില്ലാത്ത, ബുദ്ധിക്ക് മരവിപ്പും ബുദ്ധി ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തിറങ്ങി ജോലികൾ ചെയ്തിട്ടില്ലാത്ത മുഴുവൻ മലയാളികളുടെയും മുമ്പിലുണ്ട്. കേരളത്തിലെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഇത്തരത്തിലൊരു ആരോപണം നമ്മുടെ മൂവാറ്റുപുഴ MLAയും സംഘവും പാണന്മാർ പാടി നടക്കുന്നത് പോലെ നടന്നു. പക്ഷേ കേരളത്തിലെ ബഹുമാന്യനായ കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ആ വന്ന ആരോപണത്തെ എടുത്ത് 8 മടക്കി കോടതിയുടെ പുറമ്പോക്കിലെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. കോടതി വലിച്ചെറിഞ്ഞ, തള്ളിക്കളഞ്ഞ, കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ ഒരു കാര്യത്തെ എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചില അധമ പ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ നടക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്, അല്ലെങ്കിൽ പരിഹാസ്യമാണ് എന്നാണ് പറയാനുള്ളത്. രണ്ടാമത്, ആശാപ്രവർത്തകരുടെ മാസപ്പടി എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തിനാണ് ഇല്ല ഞാൻ മാസപ്പടി എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഇത് പൊള്ളുന്നത്? എന്തിനാണ്? മുഖ്യമന്ത്രിയുടെ മകൾ ഞാൻ പറഞ്ഞോ? ഞാൻ കരിമണൽ കമ്പനിയെ പറ്റി പറഞ്ഞു, കരിമണൽ കർത്തയെ പറ്റി പറഞ്ഞു. താങ്കൾ ഈ മാസപ്പടി എന്ന് വാക്ക് കേൾക്കുമ്പോൾ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ചർച്ചയിൽ അത് മാത്രം പൊള്ളുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇവർക്ക് യാതൊരുവിധ വേറെ തരത്തിൽ ഇംഗമില്ലാത്ത മനുഷ്യരാണേ. ഒന്നും വേറെ പണിയാൻ സമയമില്ലാത്തവരാണ്. 10-18 മണിക്കൂർ ജോലി ചെയ്യുന്നവരാണ്. അതിൽ 232 രൂപ എന്ന് പറയുന്നത് എത്രയാണ്? എങ്ങനെയാ ജീവിക്കാൻ പറ്റുക? എന്റെ ചോദ്യം ജയിക്ക്, അവരെ ഒന്ന് വിളിച്ചിരുത്തി 4 നല്ല വർത്താനം പറയാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അത് പൊളിറ്റിക്കൽ ഈഗോ അല്ലേ ജയിക്കെ? തീർച്ചയായിട്ടും ഞാൻ ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്കാണ് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ അങ്ങേക്ക് അസാധാരണമായ ഒരു അസഹിഷ്ണുതയോ പൊള്ളലോ ഉള്ളതായി തോന്നി. അങ്ങ് മാസപ്പടി എന്ന് പറഞ്ഞത് വേറെ ആരെ കുറിച്ച് ആണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഇവിടെ പറയേണ്ട കാര്യം എന്താ? CPIM-നെയും ബോധപൂർവ്വം
മുഖ്യമന്ത്രിയുടെ മകൾ ആശാപ്രവർത്തകയല്ലല്ലോ, ആണോ? ഞാൻ അങ്ങയോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് ഇനിയെങ്കിലും അങ്ങയുടെ ഇടപെടലില്ലാതെ മറുപടിയിലേക്ക് കടക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങ് ആവർത്തിച്ച് ഞാനൊന്ന് ഒരു വാചകം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ആവർത്തിച്ച് ചോദ്യം ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ ചർച്ച അങ്ങ് അലമ്പാക്കാൻ വേണ്ടി അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ച് ഒരു 10 ചോദ്യം അങ്ങോട്ട് ചോദിക്കാമല്ലോ, വേണമെങ്കിൽ ഇടപെടാമല്ലോ. അപ്പൊ ഇതൊരു അലമ്പാക്കലല്ല ഏതായാലും എന്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് അങ്ങയുടെ ചോദ്യത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതേ ഒരു മര്യാദ അങ്ങ് എന്റെ മറുപടിക്ക് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങ് ചോദിക്കുന്നു മാസപ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളുന്നത്? ഞാൻ പറഞ്ഞു, CPIM-നെ അപകസിക്കാൻ ബുദ്ധി ഫ്രീസറിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അധമന്മാർ CPIM-നെ അപകസിക്കാൻ അങ്ങ് സൂചിപ്പിച്ച് ഈ പദപ്രയോഗം നടത്തുന്നുണ്ട്. ഞാൻ അങ്ങേയല്ല ഉദ്ദേശിച്ചത്. ബുദ്ധിയും ഓർമ്മയും ഫ്രീസറിൽ വെച്ചിട്ട് നടക്കുന്ന ചില അധമന്മാരെ മാത്രമാണ്. അധമന്മാരെ കുറിച്ച് ചില മുൻവിധി കൊണ്ടിരിക്കുന്ന പ്രശ്നമാണത്. മാസപ്പടി എന്ന് കേൾക്കുമ്പോഴേക്കും അത് CPM-നെ ആണെന്നും മുഖ്യമന്ത്രിയുടെ മകളെയാണെന്നും ഒക്കെ തോന്നുന്നത് ചില മുൻവിധിയുടെ പ്രശ്നമാണ്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം മാസപ്പടിയല്ല, നമ്മുടെ വിഷയം ആ റിപ്പോർട്ടല്ല, നമ്മുടെ വിഷയം അന്വേഷണ സംഭവമല്ല, നമ്മുടെ വിഷയം ബംഗളൂരു കോടതിയിൽ അഭിഭാഷകർക്ക് കൊടുത്ത ലക്ഷങ്ങളല്ല, ഒന്നുമല്ല. നമ്മുടെ വിഷയം ആശമാറ സമരമാണ്. എന്റെ ചോദ്യം ജയിക്ക് ഒരിക്കൽ കൂടി നേർക്കുനേർ. എന്തുകൊണ്ടാണ് ഈ പാവങ്ങളെ വിളിച്ചിരുത്തി? പാവങ്ങളല്ലേ, വെറും സാധു മനുഷ്യരല്ലേ, അവരെ വിളിച്ചിരുത്തി നമുക്ക് സംസാരിക്കാം ഈ കാര്യം എന്നൊന്ന് പറയാൻ കഴിയാത്ത എന്താണ് ജയിക്ക്? അല്ല, തീർച്ചയായിട്ടും അങ്ങ് ആ ചോദ്യത്തിന് മുമ്പോടിയായിട്ട് ഒരു 6-7 വാചകങ്ങൾ അങ്ങയുടെ സ്വതന്ത്ര അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ആ വാചകത്തോട് പ്രതികരിക്കേണ്ടതുണ്ട്. അത് പ്രതികരിച്ചിട്ട് നിശ്ചയമായും ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് ഞാൻ വരികയും തന്നെ ചെയ്യും. ഞാൻ ഇടതുപക്ഷത്തെ അപകസിക്കാൻ ബുദ്ധി ഫ്രീസറിൽ വെച്ച് നടക്കുന്ന അധമന്മാരെ കുറിച്ച് പറയുമ്പോൾ അങ്ങേക്ക് പൊള്ളേണ്ടതില്ല. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് പൊള്ളിയതല്ല ജെകെ. ഈ പറയുന്ന ബുദ്ധി ഫ്രീസ് ചെയ്ത അധമന്മാരെ പറ്റി പറയേണ്ട ഒരു വിഷയം ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ മാസപ്പടി എന്ന് പറയുമ്പോഴേക്കും അതെന്റെ CPM-നെ പറ്റി പറഞ്ഞതാണ്, അതെന്റെ നേതാവിന്റെ മകളെ പറ്റി പറഞ്ഞതാണ്. അങ്ങേക്ക് തോന്നേണ്ട കാര്യമില്ല ഈ ചർച്ചയിൽ. കാര്യം ഈ ചർച്ച മറ്റൊരു വിഷയമാണ്. അങ്ങ് അതിൽ പിടിച്ച് അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം പോവില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങ് അത് അവസാനിപ്പിക്കണം. ഞാൻ അതിനെ സംബന്ധിച്ച് ഞാൻ പ്രതികരണം നടത്താൻ തുടങ്ങുമ്പോൾ അങ്ങ് ഇത് അവസാനിപ്പിക്കണം എന്ന് പറയുകയും ചെയ്യുന്നത് ഇവിടുത്തെ ഇടപാടാണ്. അത്രേ ഉള്ളൂ. അങ്ങ് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ എത്രേ ഉദ്ദേശിച്ചുള്ളൂ, കേരളത്തിലെ ഇടതുപക്ഷത്തെ അപകസിക്കാൻ കോടതി തള്ളിക്കളഞ്ഞ മാസപ്പടി പ്രയോഗം ബുദ്ധിയും ഓർമ്മയും ഫ്രീസറിൽ വെച്ച് നടത്തുന്ന ചില അധമന്മാർ കേരളത്തിലുണ്ട്. അത് അങ്ങയെ സത്യസന്ധമായും ഉദ്ദേശിച്ചിട്ടില്ല. അത് അധമന്മാരെ കുറിച്ചാണ്. അധമന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇത് എന്നെ കുറിച്ചാണ് എന്ന് അങ്ങ് തെറ്റിദ്ധരിക്കില്ലേ എന്ന് വിനീതമായി മാസപ്പടി എന്ന് കേൾക്കുമ്പോഴേക്കും ഈ വിഷയത്തൊക്കെ മാറ്റി ആ ഇൻട്രോയിൽ മൊത്തം പറയുന്ന രാഷ്ട്രീയ വിമർശനങ്ങളുണ്ടല്ലോ, അതെന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണെന്ന് തോന്നൽ ജയിക്കിന് ഉണ്ടാവുന്നെങ്കിൽ കഷ്ടമാണ്. അതിനെ വിളിക്കേണ്ടത് വിധേയത്വമെന്നാണ് ജയിക്കെ. കഷ്ടമാണ്. അങ്ങ് വിഷയത്തിലേക്ക് വാ. കണ്ടോ, ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങി 2-ാം വാചകത്തിലും അങ്ങനെ മറുപടി പറയാൻ സമ്മതിക്കില്ല. കാരണം എന്താണ്? അങ്ങേക്ക് തിരികെ ഒരു പ്രയോഗം, അങ്ങേക്ക് സ്വതന്ത്രമായി ഒന്ന് അപകസിക്കണം. ആ അവകാശത്തിന് തിരിച്ചൊരു പ്രതികരണം നടത്തുമ്പോൾ അങ്ങേക്ക് പൊള്ളും. അങ്ങേക്ക് പൊള്ളിയാൽ അങ്ങയുടെ അവകാശം ഏറ്റുവാങ്ങിക്കൊണ്ട് പോകാൻ വന്നിട്ടല്ല. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നു ആരാണ് വല്ലാതെ അസഹിഷ്ണുവാകുന്നതെന്ന്. അങ്ങ് മാസപ്പടി എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നു ആരാണ് വല്ലാതെ പൊള്ളുന്നതെന്ന്. ഏതാണ് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നു ജയിക്ക് ആർക്കാണ് വല്ലാതെ പൊള്ളുന്നതെന്നും ആരാണ് വല്ലാതെ അസഹിഷ്ണുവാകുന്നതെന്നും. ഒരു മാസപ്പടി എന്ന ഒരു വാക്ക് കേട്ടാൽ എന്തിനാണ് ഈ പ്രശ്നം? അങ്ങ് വിഷയത്തിലേക്ക് വാ. ഞാൻ അങ്ങയോട് ആവർത്തിച്ച് പറയുന്നു, കേൾക്കുന്നവരുടെ അട്ടിപ്പേർ അവകാശം ഞാനോ അങ്ങയോ എടുക്കണ്ട. അത് കേൾക്കുന്നവർ തന്നെ തീരുമാനിച്ചു കൊള്ളട്ടെ. ഞാനോ അങ്ങയോ കേൾക്കുന്നവരുടെ ആത്യന്തിക പ്രതിനിധികളായിട്ട് സ്വയം ചമത്കരിക്കാൻ നിൽക്കുകയും വേണ്ട. പിന്നെ മാസപ്പടി എന്ന് പറയുമ്പോൾ കോടതി ചവച്ചു തുപ്പിയ ഒരു സാധനത്തെ എടുത്തു വെച്ചുകൊണ്ട് മാസപ്പടി എന്ന് പറഞ്ഞാൽ മാസം കൊടുക്കുന്ന ഒരു തുക എന്നേ അർത്ഥമുള്ളൂ. അഥവാ ഞാനാണ് എന്ന് അങ്ങയും തെറ്റിദ്ധരിക്കേണ്ടതില്ല. മാസപ്പടി എന്ന് പറഞ്ഞാൽ മാസം ഒരാൾ കൊടുക്കുന്ന ഒരു തുക എന്നേ ഉള്ളൂ അതിനർത്ഥം. വിട്ടേക്കൂ ഈ വിഷയത്തിലേക്ക് വാ. ഞാൻ അതാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങയും ആ വിഷയം അവസാനിപ്പിക്കുക. അധമനെന്ന് പറയുമ്പോൾ ഇത് എന്നെ തന്നെയാണെന്ന് അങ്ങയും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അപ്പോ ആശാ വർക്കർമാരുടെ സമരത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ദിവസങ്ങൾക്ക് പുറകിലാണ് പറഞ്ഞത്, ഞങ്ങൾ ആത്യന്തികമായി ആശാ വർക്കർമാരുടെ ഓണറേറിയം ഉൾപ്പെടെയുള്ള വേതനവിൽ വർധനവ് ഉണ്ടാകണമെന്ന താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഞങ്ങൾ സത്യസന്ധമായും ആ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ സമരമുഖങ്ങളിലും പ്രത്യക്ഷപ്പെടുകയും ആശാ വർക്കർമാരുടെ സംഘടിത സമര സംഘടനയുടെ നേതൃത്വമായി ഇപ്പോഴും കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ എല്ലാവരും. മറ്റെല്ലാ പ്രതികരണങ്ങളെയും റദ്ദു ചെയ്തുകൊണ്ടാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആ കാര്യത്തിൽ അവസാനമായ അസന്നിഗ്ധമായ വാക്ക് നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ പക്ഷെ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ചില കാര്യങ്ങൾ എന്താണ്? നമ്മളുടെ മുമ്പാകെ 2023-24
ആരോഗ്യ മന്ത്രാലയത്തിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി കേരളത്തിന് നൽകിയിട്ടുള്ള കത്ത് നമ്മുടെ എല്ലാവരുടെയും പബ്ലിക് ഡൊമൈന് മുമ്പിൽ ലഭ്യമാണ്. അത് SUCA എന്നോ കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ എല്ലാവരുടെയും പൊതുസംവാദ സ്ഥലിക്ക് മുമ്പിലുണ്ട്. എത്ര രൂപയാണ് ആശാ പ്രവർത്തകർക്ക് മാത്രം കൊടുക്കാനുള്ള 100 കോടി രൂപയുൾപ്പെടെ 636.88 കോടി രൂപ 2023-24 വർഷം മാത്രം കേരളത്തിന് നൽകാനുണ്ട്. ആര് നൽകാനുണ്ട്? BJP നേതൃത്വം നൽകുന്ന യൂണിയൻ ഗവൺമെന്റ് നൽകാനുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്ന കാഴ്ച എന്താണ്? ഈ വിഷയത്തെ മുൻനിർത്തി കേരളത്തിലെ ആശാപ്രവർത്തകർക്കും ദേശീയാരോഗ്യ മിഷൻ എന്ന NHMന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, അതിൽ ആശാപ്രവർത്തകർ മാത്രമല്ല ഉള്ളത്, ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, JPH ഉണ്ട്, JHI ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ആശാപ്രവർത്തകരുണ്ട്, വിവിധ സ്കീം തൊഴിലാളികളുണ്ട്. ഇവർക്കാകെ ലഭിക്കേണ്ട ആശാപ്രവർത്തകരുടെ 100 കോടിയും ദേശീയാരോഗ്യ മിഷൻ എന്ന NHMന്റെ ആരോഗ്യ പ്രവർത്തകർക്ക് ആകെ ലഭിക്കേണ്ട 638.88 കോടി രൂപ കേരളമായതുകൊണ്ട് മാത്രം നൽകില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന് കോബ്രാൻഡിംഗ് നടത്തിയപ്പോൾ ആ കോബ്രാൻഡിംഗ് നടത്തിയതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് യൂണിയൻ ഗവൺമെന്റിന് അയച്ചു കൊടുത്തിട്ടും തിരികെ ആ പണം നൽകില്ല. ഏത് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ BJP നേതാവിന്റെ തറവാട്ട് സ്വത്തിന്റെ ഒരു വിഹിതമല്ല ആശാപ്രവർത്തകർ നമ്മുടെ കേരളവും ചോദിക്കുന്നത്. ഞാനും അങ്ങയും ഇവരുമൊക്കെ നമ്മുടെ വിയർപ്പിൽ നിന്ന് കേന്ദ്രത്തിന് കൊടുക്കുന്ന നികുതിയുടെ അവകാശപൂർണമായ വിഹിതം, ആ വിഹിതം ചോദിക്കുമ്പോൾ BJP കേരളത്തോട് പറയുകയാണ്, നിങ്ങൾ കേരളത്തിലെ ആശമാരാണ്, നിങ്ങൾ കേരളത്തിലെ ദേശീയാരോഗ്യ മിഷന്റെ പ്രവർത്തകരാണ്, നിങ്ങൾ കേരളത്തിലെ ജനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ സ്കൂളുകൾക്ക് അനുവദിക്കേണ്ട തുക തരില്ല, ലൈഫ് മിഷൻ പ്രകാരം വീടുകൾക്ക് അനുവദിക്കേണ്ട തുക തരില്ല, ആശാപ്രവർത്തകർക്ക് 13,000 രൂപ എന്ന ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന ശമ്പളം പരിമിതികളോട് കൂടെയെങ്കിലും നൽകുന്ന കേരളത്തിൽ കൊടുക്കേണ്ട തുക തരില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? ആ സമര രൂപത്തോട് പ്രാഥമികമായി ഞങ്ങൾക്കുള്ള ഒരു നേരിയ വിയോജിപ്പ് എന്താണ്? BJP കേരളത്തിന് നൽകാനുള്ള 636 കോടി രൂപ നൽകാതിരിക്കുകയും BJP നേതാവ് അനുദിനം ഇന്ത്യൻ പാർലമെന്റിൽ സെഷൻ നടക്കുമ്പോൾ പോലും കേരളത്തിൽ ഈ സമരത്തിന് മുമ്പിൽ വന്നു നിന്ന് വളരെ സുഖകരമായി കിറ്റും മറ്റ് സൗകര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് അവരോട് ചിരിച്ച് സംവാദിച്ച് ഉല്ലസിക്കുകയാണ്. ആശാപ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് എവിടെയാണ് താനൊക്കെ ഞങ്ങൾക്ക് നൽകാനുള്ള ഞങ്ങളുടെ വിയർപ്പുപ്പിൽ നിന്ന് നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന 636.88 കോടി രൂപ എന്തുകൊണ്ട് നൽകുന്നില്ല? ഷോ ഓഫ് കാണിക്കാതെ കാശെടുക്കണോ എന്ന് ചോദിക്കാൻ എന്തുകൊണ്ട് ബഹുമാന്യരായ സമര പ്രവർത്തകർക്ക് നമുക്ക് ചോദിക്കാം. നമുക്ക് ആശാ ചോദിക്കാം. നമുക്ക് വിഷയമല്ലേ?